ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ലിങ്ഷാൻ കേവ്സിൽ പോയി അതിന്റെ അടുത്ത ഭാഗമായിട്ട് കാണിക്കുന്നതാണിത്. അത് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി അതിനുശേഷം ഗ്രാൻഡ് ബുദ്ധയെല്ലാം കണ്ട വീഡിയോ എല്ലാം ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വേറൊരു കേവ്സിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. അപ്പൊ അതിന് ആ കൂട്ടത്തില് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും പിന്നെ വാട്ടർ ഡ്രിഫ്റ്റിങ്ങും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നു നീങ്ങി. അപ്പോഴാണ് ഒരു ബുദ്ധന്റെ ഒരു വലിയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മണി അടിക്കുന്ന ഒരു സ്ഥലം കണ്ടത്. അവിടെ വന്ന് അതൊന്ന് അടിച്ച് ശ്രമിച്ചു. അപ്പൊ അറിഞ്ഞത് 3 പ്രാവശ്യമാണ് അതിന്മേൽ അടിക്കുന്നത്. അത് ഒന്ന് സമ്പത്തിനും പിന്നെ സമൃദ്ധിക്കും അങ്ങനെ എന്തൊക്കെയോ മീനിങ് ഉണ്ട്. ഞാൻ 5-6 അടിച്ചുപോയി. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങളോട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. കാടിന്റെ നടുവിൽ ചുറ്റും ഇങ്ങനെ ഗ്ലാസ്സുകൾ വെച്ചിരിക്കുന്നു കേട്ടോ, നീളത്തിൽ. അപ്പൊ അവൾ പറഞ്ഞത് ഇതില് നമ്മൾ റിയൽ ഗ്ലാസ് കണ്ടെത്തുന്ന എന്തോ ഒരു ടെക്നിക്കാണത്. എന്താണെന്ന് എനിക്ക് അത്ര കാര്യമായിട്ട് മനസ്സിലായില്ല. ഏതോ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അത്. പക്ഷെ നമ്മളതൊന്നും വായിച്ചിട്ടില്ല കേട്ടോ. ബുക്ക് വായിക്കാൻ നമ്മൾ വളരെ മോശമാണ്. വായനാശീലമില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു ബുക്ക് കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ അവളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ വായിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് അവളെ ശ്രദ്ധ തിരിച്ച് മുന്നോട്ട് നടന്നു. പിന്നെ നമ്മൾ ആ കാട്ടിൽ കൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഒത്തിരി നടക്കാനുണ്ട്. ഞങ്ങളൊരു കേവ്സ് കയറി ഒരു മലയുടെ മുകളിലാണ് വന്നത്. ഈ മല മൊത്തം നടന്ന് ഇറങ്ങി പോകേണ്ടതാണ്. അപ്പം ഇതുവരെയായിട്ടും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരു കേവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റില് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് കണ്ടുവരികയാണ്. അപ്പോഴാണ് കണ്ടത് ഒരു ഫാമിലി നിന്ന് ഡ്രോണിൽ അവരുടെ ഫോട്ടോസും എല്ലാം എടുക്കുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ വളരെ കൗതുകത്തോടെ കണ്ട് ബോർഡ് നോക്കിയപ്പോൾ 800 മീറ്റർ മുകളിലേക്ക് പോയാൽ വാട്ടർ ഡ്രിഫ്റ്റിംഗ് ഉണ്ട്. ദൈവമേ, ഇനിയും മുകളിലേക്ക് കയറണമോ എന്നുള്ള ദുഃഖമായ ചിന്തകളിൽ ഞങ്ങൾ എല്ലാവരും മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. പോയപ്പോഴത്തേക്കും ഭംഗിയുള്ളൊരു ചെടി കണ്ടു. അതിൻ്റെയൊക്കെ അടുത്തൊക്കെ ചുറ്റുപറ്റും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം മുന്നോട്ട് പോയപ്പോഴാണ് വാട്ടർ ഡ്രിഫ്റ്റിന്റെ ഏരിയയിൽ എത്തിയപ്പോൾ എല്ലാവരും നീലപ്പന്മാനെ പോലെ നിൽക്കുന്നു. അവരൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ 10 യുവാൻ കൊടുത്താൽ അത് നമുക്ക് കിട്ടും. നമ്മുടെ ഡ്രസ്സ് നനയാതിരിക്കാനും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നനയാതിരിക്കാനും അത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാവരും അത് വാങ്ങി അതെല്ലാം ഇട്ട് ആ ഒരു വലിയ ക്യൂവിൽ നിന്നു. അപ്പൊ അതിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് വെള്ളത്തിൽ കൂടെ ഈ സാധനത്തിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. അത് 2 പേർക്കാണ് ഒരെണ്ണത്തിൽ കയറുന്നത്. സിംഗിളായിട്ടും പോകാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്. കുട്ടികൾക്ക് അവര് ഒറ്റയ്ക്ക് പോകാൻ അലൗ ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയതിനു ശേഷം അടുത്ത ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നു. അത് ഒരു കാടിനുള്ളിൽ കംപ്ലീറ്റ് നെറ്റും അതും ഇതും ഒക്കെ കെട്ടിയിട്ട് അതിൽ കൂടെ റോപ്പ് വേയിൽ കൂടെ നടക്കാനും അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ഗെയിംസ് ആണ്. അപ്പൊ അത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. പക്ഷെ അത് നോക്കിയപ്പോൾ എല്ലാ കുഞ്ഞു കുട്ടികളും കുരുട് കുട്ടികളൊക്കെ വരെ ഒറ്റയ്ക്ക് അതിൽ കയറും. കാരണം സേഫ്റ്റി ഉണ്ട്. സേഫ്റ്റി ബാറിൽ അവർ പുറത്തുകൂടെ ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വീഴുമൊന്നുമില്ല. പക്ഷെ നമ്മൾ ധൈര്യം വേണം, മനധൈര്യം വേണം അതിന്റെ പുറത്ത് കയറാനായിട്ട്. അപ്പൊ നോക്കിയപ്പം ഞങ്ങൾക്കും ടിക്കറ്റ് ഉള്ളതാണ്. അപ്പോ അത് കയറാനുള്ള ഒരു ആത്മധൈര്യം തോന്നിയില്ല കേട്ടോ. കാരണം ഈ തടിയും വെച്ച് അതിന്റെ പുറത്ത് കയറി ഉരുണ്ട് പഠിച്ച് നിലത്ത് വീണ് കഴിഞ്ഞാൽ നാണക്കേടാകുമെന്ന് ഉള്ള ആ ഒരു ചിന്തയില് നമ്മളൊക്കെ പിന്നേക്ക് മാറി. മിയ എന്നിട്ടും തയ്യാറാവുകയാണ്, അതിൽ പോയേ പറ്റുമെന്നുള്ള ഭാവത്തില്. കാരണം അവൾക്ക് അതിനുള്ള തടിയേ ഉള്ളൂ. അതിനുശേഷം അവൾ കയറാനായിട്ട് ചാടിത്തുള്ളി അങ്ങ് പോയി. ഞങ്ങൾ ആ നേരം കിട്ടിയ സമയത്ത് നമ്മൾ മാറി കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങി ഞങ്ങൾ ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് റെസ്റ്റ് എടുത്ത് ഐസ്ക്രീം ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് മിയ പോയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഭയങ്കര സ്പീഡിൽ തിരിച്ചു വന്നു. തിരക്ക് കാരണം അവൾക്ക് കയറാൻ പറ്റുന്നില്ല. നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ അത് ആക്ടിവിറ്റി ആൾമോസ്റ്റ് 1 മണിക്കൂർ എടുക്കും അത് കറങ്ങി വരാനായിട്ട്. അപ്പോൾ സമയം വേസ്റ്റ് ആകുമെന്ന് പറഞ്ഞ് ആ കുട്ടി തിരിച്ചു വന്നു. വന്നതിന് ശേഷം ഞങ്ങൾ പതുക്കെ ആ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അതൊന്ന് കണ്ടോളൂ കേട്ടോ. എന്റെ ദൈവമേ, ഇതിലൊക്കെ കൂടെയാണോ കയറാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്? ഭാഗ്യം കയറാതിരുന്നത്. ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്റ്റക്കായി പോയേനെ. അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് നടന്നു കേട്ടോ. മുന്നോട്ട് നടന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആക്ടിവിറ്റീസ് ഉണ്ട്.
അങ്ങോട്ടേക്ക് കയറി അടുത്ത ആക്ടിവിറ്റീസ് കാണാമെന്നുള്ള സന്തോഷത്തിൽ മുന്നോട്ട് നടന്നു. പക്ഷെ കയറ്റം, അതൊരു കയറ്റമാണ്. കയറി ചെന്നപ്പം അതിമനോഹരമായ സ്വർഗതുല്യമായ ഒരു സ്ഥലത്തേക്കാണ് ചെന്നത്. താഴത്ത് നോക്കിയപ്പോ ഭയങ്കര വലിയൊരു വെള്ളച്ചാട്ടം, പിന്നെ അവിടുന്ന് ഇങ്ങനെ പുക പോലെ മഞ്ഞ് പൊങ്ങുന്നു, പിന്നെ ഒരു തൂക്കുപാലം, 2 കസേര ഇട്ടിരിക്കുന്നു, നല്ല സ്പോട്ട്. ചാടി അതുമേൽ കയറിയിരുന്ന് നമ്മൾ അതൊരു ഫോട്ടോ എടുക്കാനെന്നുള്ള ഭാവന അതുമേലിരുന്ന് സുഖമായി ഒന്ന് വിശ്രമിച്ചു. ഏതാണ്ട് നമ്മൾ അവിടുത്തെ റിസോർട്ടിൽ വന്ന് താമസിക്കാനിരുന്ന ആ ഭാവന അതിനകത്തിരുന്ന് ഒരു വീഡിയോ എടുത്ത് ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ മുന്നോട്ട് നടന്നു. നടപ്പ് എന്ന് വെച്ചാൽ നടപ്പ്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടക്കുകയാണ്. ഇന്ന് എന്തോ തടി കുറച്ചിട്ടേ പോകുന്നുള്ള ഒരു തീരുമാനത്തിലോ മറ്റാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നടക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നടക്കാൻ തുടങ്ങി. ഈ നടപ്പ് നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയേനെ. പക്ഷെ എന്തായാലും കണ്ണിന് നല്ല കുളിർമയും മനോഹരമായ കാഴ്ചകളും ഉണ്ട്. വളരെ സന്തോഷമുണ്ട് കണ്ടുപോകാനായിട്ട്. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വീണ്ടും നടന്നു. ആ തൂക്കുപാലത്തിൽ കണ്ടിട്ട് ഒരു ഭംഗി. അപ്പൊ തൂക്കുപാലത്തിൽ കൂടെ നടന്ന് അങ്ങോട്ടേക്ക് പോയാൽ എന്താവും കാഴ്ചകൾ എന്നുള്ള അതിൽ പോയി ചെന്നപ്പോൾ കണ്ടതോ അത്ഭുതകരമായ ഒരു കുളം, തടാകം പോലത്തെ ഒരു സാധനം. അതിൽ വഞ്ചിയൊക്കെ കെട്ടിയിട്ടേക്കുന്നു, കുടകളൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അത് വേറൊന്നിനുമല്ല, ഫോട്ടോ പൊസിഷൻസ് ആണ്. അവിടെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് കുട്ടിയോട് ചോദിച്ചു എങ്ങോട്ടാണ് എക്സിറ്റ്, നമുക്ക് പുറത്തു പോകണം. അപ്പൊ താഴത്തേക്ക് ഇറങ്ങിയ പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പൊ സമാധാനമായി, എന്തായാലും നമുക്ക് താഴത്തേക്ക് പോയാൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ തുള്ളിച്ചാടി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയപ്പം വെള്ളച്ചാട്ടത്തിലെത്തി. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ക്ഷീണങ്ങളൊക്കെ പമ്പ കടന്നു. കാരണം നല്ല തണുത്ത കാറ്റ്, അത്താഴത്തുനിന്ന് വെള്ളത്തിന്റെ ഒരു പൊടിമഴ പോലെ നമ്മുടെ മുഖത്തേക്ക് വെള്ളം അടിച്ചു വരുന്നു. എന്തൊരു സുഖമായിരുന്നു അറിയാമോ. അതൊക്കെ ആസ്വദിച്ച് അതിന്റെ ഇടയിലൊക്കെ കൂടെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നടന്നു. അപ്പോഴത്തേക്കും താഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു സമാധാനം. ഇനി കാണുന്ന ആ ഒരു ഹോള് പോലെ കാണുന്ന അതുവഴി പുറത്തേക്ക് പോകാമെന്നാണ് നമ്മൾ ഓർത്ത് സന്തോഷിച്ചു. ഇനി അധികമില്ലല്ലോ, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാന്നുള്ള ആ ഒരു ധൈര്യത്തിലും സന്തോഷത്തിലും കുറച്ചു നേരം കൂടെ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു കേട്ടോ. അങ്ങനെ താഴത്തേക്ക് നോക്കിയപ്പം ഒരു ഗുഹ പോലെ തോന്നുന്നു. ഓക്കെ, ആ ഗുഹ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാമല്ലോ. അങ്ങനെ സന്തോഷത്തോടുകൂടെ. പക്ഷെ ഇറങ്ങുമ്പോൾ ഈ ഭാഗത്ത് കുറച്ച് മഴ പോലെ ഫീലിങ്സ് ഉണ്ട് കേട്ടോ. വെള്ളം അവിടുന്നൊക്കെ വീഴുന്നുണ്ട്, കുറച്ച് വെറ്റാണ്. അപ്പൊ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടാണ് നടക്കുന്നത്. അപ്പം താഴത്ത് നല്ല പ്രകാശങ്ങളൊക്കെ അടിക്കുന്നു കേട്ടോ. അപ്പൊ അത് നോക്കിയപ്പോ ഒരു കേവാണ് കേട്ടോ. താഴത്തേക്കാണല്ലോ, അപ്പൊ പുറത്തേക്കുള്ള വഴിയായിരിക്കും. മല കയറിയിട്ട് ഇറങ്ങുവാണല്ലോ, നമുക്ക് പുറത്തേക്ക് പോകാം എന്നുള്ള സന്തോഷത്തിലും സമാധാനത്തിലും ആ ഗുഹയിലേക്ക് ഞങ്ങൾ കടന്നപ്പോഴാണ് കണ്ണഞ്ചിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. ഭയങ്കര രസം. നേരത്തെ കണ്ട ഗുഹയെക്കാളും അതിമനോഹരം. നല്ല ലൈറ്റിങ്ങുകളും എല്ലാം കണ്ട് ഞങ്ങൾ ചിരിച്ചുല്ലസിച്ച് മുന്നോട്ട് നടക്കുകയാണ്. എന്തായാലും പുറത്തേക്ക് പോകാണല്ലോ, അപ്പൊ ഇനി അധികം വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ള സന്തോഷത്തിൽ പോവാണ്. ഞങ്ങളുടെ ചുറ്റുപറ്റും കുറെ ആൾക്കാർ വരുന്നുണ്ട്. അവരുമൊക്കെ ഇതേ ഭാവത്തിലായിരിക്കും പോകുന്നെന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗി, അതൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ നിങ്ങളെ പൂർണ്ണമായും കാണിക്കുകയാണ് കേട്ടോ. കാരണം ഇത് നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് ഇത് നമ്മൾ ഒന്നും സ്പീഡിൽ ഓടിച്ച് കളയുന്നില്ല. സമാധാനമായിട്ട് സമയം എടുത്ത് കാണിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ആസ്വദിക്കുക. അങ്ങനെ നടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ നമ്മളൊക്കെ എന്താ സ്വർഗത്തിൽ പോകുന്ന, ഞാൻ കുറെ പ്രാവശ്യമായി സ്വർഗം തന്നെ. ഞാൻ സ്വർഗം കണ്ടിട്ടില്ല, മൂവിയിലും അവിടെ പിക്ചറിലും ഒക്കെ കണ്ടിരിക്കുന്നു. പക്ഷെ അതിനോട് തത്തുല്യമായ ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. എന്താ ഭംഗി എന്നറിയാമോ, പലതരത്തിലുള്ള കാഴ്ച. അതെന്താ കാണുന്നത്, തീകോളം എന്തോ, പക്ഷെ അത് തീകോളം അല്ല കേട്ടോ, ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ ലൈറ്റ് കൊണ്ടുള്ള പണികളാണ്. പക്ഷെ ബാക്കി ആ ഗുഹയിലുള്ള കൊത്തുപണികളും മറ്റതെല്ലാം അത് കൊത്തുപണികളല്ല, അത് നാച്ചുറലി ഉണ്ടായി വന്നതാണ്. അപ്പൊ അതൊക്കെ അത് നാച്ചുറൽ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അവരായിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ലൈറ്റുകൾ ഇട്ടിരിക്കുന്നു, നമുക്ക് നടന്ന് ക്ഷണിക്കുമ്പോൾ ഇരിക്കാനുള്ള കുറച്ച് ഇരിപ്പിടങ്ങൾ. പക്ഷെ എത്രത്തോളം നടന്നിട്ടും ഒന്നും കാണുന്നില്ല പുറത്തേക്കുള്ള. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോളെ പുറത്തേക്കുള്ള വഴി കാണുന്നില്ല, അപ്പൊ മുന്നോട്ട് നടന്നാൽ മതി, ഇപ്പൊ എത്തും. അങ്ങനെ ഒരു ഭാവത്തിൽ ഞങ്ങൾ പോവാണ്. പോയിട്ടൊന്നും കാണുന്നില്ല. ഇടുങ്ങിയ വഴികളും തലകുനിച്ച് കയറുന്ന സ്ഥലങ്ങളും ഒക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴികൾ ആസ്വദിച്ച് പോവാണ്. ആസ്വാദനം കുറച്ച് കുറഞ്ഞു. കാരണം കാല് വേദന എടുക്കാൻ തുടങ്ങി, ക്ഷീണിക്കാൻ തുടങ്ങി, കതയ്ക്കാൻ തുടങ്ങി, അണയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കയ്യിലുള്ള വെള്ളമാണെങ്കിലും തീർന്നു, വെള്ളം കുടിക്കാനുള്ള വകുപ്പുമില്ല.
വഴിയിലൊന്നും ഒന്നും വാങ്ങാനും പറ്റില്ല, അവിടെ ഒന്നും കടകളില്ലല്ലോ. അങ്ങനെ നടന്ന് സമാധാനമായിട്ട് എന്തായാലും പുറത്തേക്ക് എത്തുമ്പോൾ തന്നെ വാങ്ങിച്ചു വെള്ളം കുടിക്കാമെന്നുള്ള ധൈര്യത്തിൽ പോവുകയാണ് കേട്ടോ. പക്ഷെ നല്ല സേഫ് ആണ് കേട്ടോ വഴികളെല്ലാം, കാരണം അവര് സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്, ഹാൻഡ് റീൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിടിച്ച് പിടിച്ച് കയറാം, പിടിച്ച് നടക്കാം. പക്ഷെ നടന്ന് ക്ഷീണിച്ചു കേട്ടോ. എങ്ങനെയും ഒന്ന് കിടന്നാലോ ഇരുന്നാലോ മതി എന്നുള്ള ഭാവത്തിലാണ്. പക്ഷെ എല്ലാവരും തന്നെ കൂടെയുള്ള നമ്മുടെ സഹയാത്രികൾ എല്ലാവരും തന്നെ വിഷമിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ താഴത്തേക്ക് വീണ്ടും ഇറങ്ങുന്നു, കുത്തനെയുള്ള ഇറക്കം. ഓ സമാധാനം, ചിലപ്പോ എത്തുമായിരിക്കാം, അങ്ങനെ വിചാരിച്ചാണ് താഴത്തേക്ക് പോകുന്നത് കേട്ടോ. പോകുന്തോറും മനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെ കണ്ട് പിന്നെ കയറ്റമായി. കേറുന്ന കണ്ട് ഞെട്ടിയേ, കയറ്റോ, നമ്മൾ ഇറങ്ങിയല്ലേ പോയത്. അപ്പോഴൊരു സംശയം, കുട്ടിയോട് ചോദിച്ചു, കുട്ടി ഇത് സ്ഥലം, അപ്പൊ പറയുന്നത് എക്സിറ്റ് ആണ് കാണിക്കുന്നത്, പക്ഷെ അങ്ങോട്ട് പോകുന്നു, പക്ഷെ മുന്നോട്ടൊന്നും കാണുന്നില്ല. പിന്നെയും വർണ്ണശബളമായ കാഴ്ചകൾ മാത്രം, താഴത്ത് വെള്ളക്കെട്ടുകൾ, ഭംഗിയുള്ള കൈവരികൾ, ലൈറ്റിങ്സ്, കണ്ണ് മഞ്ഞളിച്ചു. ആ ഒരു രസം മാറി വിഷമമാകാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് പുറത്തെത്തിയാൽ മതി, വരണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് വരാൻ തുടങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, കണ്ട കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. കാല് വേദന എടുക്കാൻ തുടങ്ങി. നടക്കുന്ന നടുവ് വേദനയിലേക്ക് എത്തിയിട്ടില്ല, കാരണം കയറ്റം ഇറക്കും തന്നെ രാവിലെ മുതൽ. ഭക്ഷണമാണെങ്കിൽ നേരത്തെ കഴിച്ചതല്ലേ, പിന്നെ വെള്ളം കയ്യിലില്ല, അതും തീർന്നു. അതുമൊക്കെ തൂങ്ങി എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ നമ്മളൊന്നും സ്പീഡിലൊന്നും അടിച്ചു കളയുന്നില്ല, നല്ലതായിട്ട് എല്ലാവരെയും കാട്ടി തന്നെയാണ് പോകുന്നത്. പക്ഷെ വഴിയിൽ നല്ല ഭംഗിയാണ് കേട്ടോ, കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. പിന്നെ നമുക്ക് ചൂടൊന്നുമില്ല, നല്ല തണുപ്പാണ്. ഇതുപോലെ 15 ഡിഗ്രിയോളമുള്ള ടെമ്പറേച്ചറാണ്. ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം ചെറുതായിട്ട് വീഴുന്നുണ്ട്. അതിന്റെ കാറ്റടിക്കുമ്പോൾ നല്ല മുഖത്തൊക്കെ ചെറിയ തണുത്ത വെള്ളങ്ങൾ തെറിക്കുന്നുണ്ട് എവിടെ നിന്നൊക്കെയോ. അപ്പൊ നല്ലൊരു സുഖമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷെ നമ്മൾ നടന്ന് ക്ഷീണിച്ച്, കാരണം നമുക്ക് ശരീരം അനങ്ങി ശീലമില്ലാത്തതിനാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ ഡെയിലി ഓടും ചാടും ഒക്കെ ചെയ്ത് നടക്കുന്നവരാണെങ്കിൽ അവർ പയർ പോലെ ഓടിപ്പോകുന്നുണ്ട്. എന്നാലും ആരാണെങ്കിലും ഇത്രയും നടന്നു കഴിയുമ്പോൾ ക്ഷീണിക്കും കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ പുറം കണ്ട്, കുറേയൊന്നും ഞങ്ങൾ കാണിച്ചില്ല, കാരണം കയറ്റമായിരുന്നു. ആൾമോസ്റ്റ് 1.5 മണിക്കൂർ പിന്നെ നടന്ന് പുറത്തു വന്നു കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി പിടിച്ച് അടുത്ത ആക്ടിവിറ്റിയായ ബോട്ടിങ്ങിലേക്ക് പോവുകയാണ്. അവിടുന്ന് തന്നെ അതിനുള്ള സർവീസ് ഉണ്ട്, അതിൽ കയറി ബോട്ടിംഗ് പൊസിഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ബാക്കിലേക്ക് നോക്കിയിരിക്കുന്നത് കൊണ്ട് ആ കാഴ്ചകൾ നമുക്ക് എടുക്കാൻ പറ്റി. പോകുന്ന വഴികളിലെല്ലാം മനോഹരമായ റോസാപ്പൂവിന്റെ തോട്ടങ്ങളാണ്, ഓരോ കളറിലുള്ളതും. പിന്നെ പല പല പേരറിയാത്ത പൂക്കളും ഒക്കെ കണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അതിമനോഹരമായ കാഴ്ച, അത് വിവരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്ര മനോഹരമാണ് കേട്ടോ. ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യുന്നു. വഴിയിലൊക്കെ ആണെങ്കിൽ ടെന്റ് കെട്ടി ആൾക്കാർ ഇരുന്ന് ഭയങ്കരമായി ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അവരുടെ അവധിക്കാലം. അങ്ങനെ മുന്നോട്ട് പോയി ഞങ്ങൾ ബോട്ടിങ്ങിന്റെ ആ ഒരു സ്റ്റേഷനിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് എത്തി നമ്മൾ അവിടെ എല്ലാവരും ഇറങ്ങി ബോട്ടിങ്ങിന്റെ ഏരിയയിലേക്ക് പോയി. ഈ ബോട്ടിങ്ങിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമ്മുടെ നാട്ടിലുള്ള ബോട്ട് പോലത്തെ ബോട്ട്, സിമ്പിൾ ആയിട്ടൊരു ബോട്ട്. പക്ഷെ ഇതൊരു വലിയൊരു തടാകമാണ്. അതിന് ചുറ്റും റോസാപ്പൂവിന്റെ തോട്ടങ്ങൾ, വലിയ തടാകമാണ് കേട്ടോ. അതിന് ചുറ്റും ആൾക്കാർ ടെന്റുകൾ കെട്ടി അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഓവർനൈറ്റ് രാത്രി മുഴുവനും നിൽക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവര് സജ്ജീകരിച്ചിരിക്കുന്നത് ടെന്റുകളൊക്കെ അടിച്ചു കടിക്കുന്നതിന്റെ നടുക്കായിട്ട് ഒരു വലിയ സ്റ്റേജും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് രാത്രിയാകുമ്പോൾ ചില പോലെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഇതൊരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ, ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ ചെയ്യാനുള്ള ഒരു സ്ഥലമാണത്. അപ്പം അവിടെ നിന്ന് പിന്നെ പതുക്കെ ബോട്ട് വിട്ടു, പതുക്കെയാണ് പോകുന്നത് കേട്ടോ ബോട്ട്. എല്ലാം ആ വഴിയിലുള്ള കാഴ്ചകളെല്ലാം ടിപ്പിക്കൽ ചൈനീസ് ട്രഡീഷണൽ ബിൽഡിങ്സും അതിൻ്റെ ഓരോ കാഴ്ചകളും ഒക്കെ കണ്ട്, പൂന്തോട്ടങ്ങളും കണ്ട് ഞങ്ങളുടെ വഞ്ചി പതുക്കെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. സമാധാനം എന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാനൊരു സ്ഥലം, ചാരി ഇരുന്ന് വഴിയിലുള്ള കാഴ്ചകളും വെള്ളമൊക്കെ കണ്ട് ഒന്ന് കണ്ണൊക്കെ അടച്ച് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ കാഴ്ചകൾ നിങ്ങൾ കാണുക. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ആ ദൂരെ കാണുന്നതാണ് കേട്ടോ ടെന്റുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, 1000-ൽ പരം ടെന്റുകൾ അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ വന്ന് അവിടെ ഒരു ഭയങ്കര ക്രൗഡാണ്. അവിടെ ക്രൗഡ് മീൻസ് എല്ലാ ആൾക്കാരും തന്നെ വന്ന് കടകളെല്ലാം ചെറിയ ചെറിയ കച്ചവടങ്ങളും, പിന്നെ അവര്
എല്ലാവരും തന്നെ സാധനങ്ങളുമായി വന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡുകൾ ആൾക്കാർ ഷെയർ ചെയ്യുന്നു, ചീട്ട് കളിക്കുന്നു, എല്ലാവിധ തരത്തിലുള്ള എൻജോയ്മെന്റും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ബോട്ടാണെങ്കിൽ വളരെ കുറച്ച് സ്പീഡിൽ എല്ലാം കാട്ടി കാട്ടി പതുക്കെ പോവുകയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പപ്പാ കാഴ്ചകളിലൂടെ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ബോട്ടിങ് കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം നമ്മൾ തിരികെ അതേ വണ്ടിയിൽ കയറിയിരുന്നു. ബാക്ക് സീറ്റ് തന്നെ ചാടി ഓടി പിടിച്ചു. അതിനുശേഷം അവിടെ നോക്കിയപ്പോൾ ടെന്റുകളൊക്കെ പൂട്ടി ചില ആൾക്കാരൊക്കെ പോകാൻ പോകുന്നു. വൈകുന്നേരം സമയമായി, ഏകദേശം 5 മണിയോളം സമയമായപ്പോൾ പോയി. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വണ്ടിയെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ മനോഹരമായിട്ട് ലാവൻഡറിന്റെ തോട്ടം കണ്ടത്. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തോട്ടം കാണുന്നത്. ചാടി അവിടെ ഇറങ്ങി അപ്പോൾ തന്നെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ